ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ട് കാരണം വേറെ നല്ല ഗൈസ്, നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 കോഴികളെ നമ്മൾ സെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോസ്റ്റ് സത്യം തന്നെയാണ്, നമ്മൾ 2 കോഴികളും സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന്. അതിൻ്റെ കാരണം എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കോഴീനെ ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് വ്യൂസിലൂടെയും ലൈക്സിലൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം. പിന്നെ നമ്മളിപ്പോൾ അവർ പെട്ടെന്ന് സെയിൽ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പോൾ നല്ല മഴയാണ്. നമുക്കിപ്പോൾ അവരെ വെക്കാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് മണ്ണിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു തിണ്ണട മേലെ കയറ്റി വെക്കാനായിട്ട് പറ്റും. പക്ഷേ തിണ്ണട മേലെ കയറ്റി വെച്ച ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിണ്ണ നശിക്കുകയാണ്. ആ ഒരു കൂട് വെക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അറിയാം, വീട് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീടിനും നാശമാവും. അതുകൊണ്ടാണ് നമ്മൾ കോഴീൻ്റെ അടുത്ത് മേലെ വെക്കാതെ ഇരുന്നത്. പിന്നെ നമ്മൾ കുറേ എന്താ പറയുക, ഷീറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് നോക്കി. പക്ഷേ കൂട് നനയാണ്. അപ്പോൾ നമ്മൾ കൂടെടുത്ത് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂടെടുത്ത് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇവർ ഈ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ട്, ഞാൻ എൻ്റെ വീഡിയോ സൈഡിൽ കൊടുത്തേക്കും, സൈഡ് മൊത്തം അങ്ങനെ ഫുള്ളിങ്ങനെ പാടുകളും പുണ്ണുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖം വന്ന് അവർ മരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ അവരെ കൊല്ലാതെ ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരിനി വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തത്. പിന്നെ ഞാനും ഒട്ടും പ്രതീക്ഷിക്കാതെ നടത്തിയൊരു സെയിലാണ്. ഞാനിങ്ങനെ 2 ദിവസം മുമ്പ് കോഴികളിങ്ങനെ അഴിച്ചു വിട്ട സമയത്ത് അവർ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ദേഹം നിറച്ചും പാടുകളും പുണ്ണായിരുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ച വല്ല അസുഖമാണോ എന്നാണ്. കാരണം നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് ശീലമില്ല. പൊതുവേ നമ്മുടെ വലിയ കോഴി ആയിക്കോട്ടെ, ഇതുവരെ ഒരു അസുഖമില്ല, ഇനി വരാതിരിക്കട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്ത് വാങ്ങിച്ചാലും കെയർ ചെയ്യേണ്ട രീതിക്ക് കെയർ ചെയ്യണം. നമ്മൾ അങ്ങനത്തെ കെയർ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ എന്താ പറയുക, അതിന് വേണ്ട ഫുഡ് കൊടുക്കും, അതുപോലെ തന്നെ അതിനെ പുറത്തേക്ക് അഴിച്ചു വിടും, കൂടെ നിൽക്കും. നമ്മൾ നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് കൂടിലോട്ടൊന്നും ഇടാനുള്ള സൗകര്യമില്ല. നമുക്ക് ആകെ ഒരു കൂടാണുള്ളത്. അപ്പോൾ അതിലെല്ലാവരും കൂടെ ഒരുമിച്ചിടാനേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ 2 എണ്ണത്തിനെയാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. ചാത്തൻ കോഴിയാണ് ഈ പട്ടകളെ 2 പേരെയും കൊത്തുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കോഴികളെ വാങ്ങിച്ചിട്ട് അറൗണ്ട് ഒരു 5 or 6 months ആവാറായി. ബട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2-3 മാസമൊക്കെ ആയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കലൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ വലുതാവാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് അവർ കുറച്ച് അഗ്രസീവ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല കോഴികളൊക്കെ വാങ്ങിച്ച് വളർത്താം സുഹൃത്തുക്കളെ. അപ്പോൾ ശരിക്കും കൊടുത്തപ്പോൾ എനിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നുപോയി. എല്ലാവർക്കും അറിയാം പെറ്റിന് എത്രത്തോളം നമ്മൾ കെയർ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. ഞാൻ ഒരു പെറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമായിരിക്കും. പിന്നെ എല്ലാവർക്കും പെറ്റ്സ് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ശരിക്കും സങ്കടം വന്നുപോയി. അതിനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും എനിക്കെന്തോ അതിന് കൊടുക്കണമെന്ന് വരെ തോന്നിപ്പോയി. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ തരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തിനാ വെറുതെ അവരെ നമ്മൾ സെയിൽ ചെയ്തു. ഇനിയിപ്പോൾ അവരെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് എന്താ പറയുക, ഷോർട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്ന് എനിക്ക് സങ്കടം വരും ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല കേസ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം. അപ്പോൾ അത്രയുള്ള കേസ് ഈ ഒരു വീഡിയോ. സോ എന്തുകൊണ്ട് നമ്മൾ അവരെ സെയിൽ ചെയ്തു എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണാം കേസ്.